വിദ്യാഭ്യാസ വകുപ്പിനോട് ബഹുമാനത്തോടെ 3 കാര്യങ്ങൾ ചോദിക്കട്ടെ. നിങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത് കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പിനെ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തെ മറ്റൊരു ലെവലിലേക്ക് കൊണ്ടെത്തിക്കാനാണോ, അതോ കുട്ടികളുടെ മാനസിക നിലയെ മറ്റൊരു ലെവലിലേക്ക് കൊണ്ടെത്തിക്കാനോ? നമ്മളെ കുട്ടികളെ നിങ്ങളൊരു പരീക്ഷണ വസ്തുവായി മാറ്റരുത്. മാറിക്കൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ പാറ്റേൺ മാത്രമാണ് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന രീതിയിലോ വിദ്യാർത്ഥികളെ കാപ്പബിലിറ്റിയിലോ ഒരു മാറ്റവും കൊണ്ടുവരാതെ. കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പിനോട് ബഹുമാനത്തോടെ 3 കാര്യങ്ങൾ ചോദിക്കട്ടെ. ഈ കഴിഞ്ഞ ക്രിസ്മസ് എക്സാം നിങ്ങൾ നടത്തിയത് വിദ്യാർത്ഥികൾ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും അധ്യാപകരുടെ പാണ്ഡിത്യം തെളിയിക്കാൻ വേണ്ടിയിട്ടാണോ? നിങ്ങൾ ഇട്ട ക്വസ്റ്റ്യൻ പേപ്പർ വിദ്യാർത്ഥികൾ മാർക്ക് സ്കോർ ചെയ്യാനാണോ, അല്ലെങ്കിൽ എന്താണ് ടഫ്നെസ് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണോ? നിങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത് കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പിനെ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തെ മറ്റൊരു ലെവലിലേക്ക് കൊണ്ടെത്തിക്കാനാണോ, അതോ കുട്ടികളുടെ മാനസിക നിലയെ മറ്റൊരു ലെവലിലേക്ക് കൊണ്ടെത്തിക്കാനോ? ഞാൻ ചോദിച്ചു വരുന്നത്, ഞാൻ പറയുന്നത് ഈ കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിന്റെ ചോദ്യ പാറ്റേണിനെ പറ്റിയാണ്, ക്വസ്റ്റ്യൻ പാറ്റേണിനെ പറ്റിയാണ്. ഈ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പാറ്റേൺ, കഴിഞ്ഞ എല്ലാ എക്സാമിന്റെയും ക്വസ്റ്റ്യൻ പാറ്റേൺ നെക്സ്റ്റ് ലെവൽ ചോദ്യങ്ങളാണ്. എല്ലാവരും പറയുന്നുണ്ട് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്താ മാറിക്കൊണ്ടിരിക്കുന്നത്? മാറിക്കൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ പാറ്റേൺ മാത്രമാണ് വിദ്യാർത്ഥികളെ വിദ്യാഭ്യാസ നയത്തിലോ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന രീതിയിലോ വിദ്യാർത്ഥികളെ കാപ്പബിലിറ്റിയിലോ ഒരു മാറ്റവും കൊണ്ടുവരാതെ ചോദ്യങ്ങൾ മാത്രം ടഫാക്കിക്കൊണ്ട് കുട്ടികളുടെ മാനസിക നിലയും കുട്ടികളുടെ കോൺഫിഡൻസിനുമാണ് നിങ്ങൾ താഴോട്ട് കൊണ്ടെത്തിക്കുന്നത്. ഞാൻ പറയുന്ന ചോദ്യങ്ങളോ ഞങ്ങൾ പറയുന്ന ചോദ്യങ്ങളോ ക്വസ്റ്റ്യൻ പാറ്റേൺ ഇടണം എന്ന് ന്യായീകരിക്കാൻ വേണ്ടി വരുന്നതല്ല. ഞങ്ങൾ പറയുന്ന ഷുവർ ക്വസ്റ്റ്യൻസ് ചോദിക്കാതിരിക്കുമ്പോൾ ന്യായീകരിക്കാൻ വേണ്ടി വരുന്നതല്ല. ഞങ്ങൾ വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് രണ്ട് കാര്യം ചോദിക്കുന്നത്. ഈ കഴിഞ്ഞ ക്വസ്റ്റ്യൻ നല്ല കാര്യമാണ്, ക്വസ്റ്റ്യൻ പാറ്റേൺ മാറുന്നതൊക്കെ വളരെ നല്ല കാര്യം, 100% ഞങ്ങൾ അതിന്റെ കൂടെ തന്നെയാണ്. പക്ഷെ ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ, ആ ചോദ്യം എഴുതാൻ പ്രാപ്തനാക്കിയിട്ടുണ്ടോ നിങ്ങളെ വിദ്യാർത്ഥികളെ? സ്കൂളുകളിൽ നടക്കുന്ന യൂണിറ്റ് എക്സാമുകൾ 99% സ്കൂളിൽ നടന്ന യൂണിറ്റ് എക്സാമിൽ ഡയറക്റ്റ് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. നിങ്ങൾ പറ, എൻ്റെ വീഡിയോ കാണുന്ന വിദ്യാർത്ഥികൾ ഈ വീഡിയോ പോസ്റ്റ് നിങ്ങൾ പറ, നിങ്ങൾ സ്കൂളുകളിൽ നടന്ന യൂണിറ്റ് എക്സാമുകളിൽ നിങ്ങൾ ക്രിസ്മസ് എക്സാമിനോ കഴിഞ്ഞ ഓണ പരീക്ഷയോ കണ്ട രീതിയിലുള്ള ഇൻഡയറക്റ്റ് പുതിയ മോഡൽ ചോദ്യം ക്വസ്റ്റ്യൻസ് നിങ്ങളെ ടീച്ചേഴ്സ് ഇട്ടിട്ടുണ്ടോ? നിങ്ങൾ വിദ്യാഭ്യാസം നിങ്ങൾ സ്കൂളിൽ നടത്തിയിട്ടുണ്ടോ? നിങ്ങൾ കമന്റ്, നിങ്ങളെ ജെന്യൂൻ റിപ്ലൈ നിങ്ങൾ താഴെ കമന്റ് ചെയ്യും. നടത്തിക്കാലം 99%, ചില ഏതെങ്കിലും 1-2 സ്കൂൾ നടത്തിക്കാണ്. 99% സ്കൂളുകളിലും വാട്ട്, വേറ്, വിച്ച് എന്ന ഡയറക്റ്റ് ചോദ്യങ്ങളാണ് കുട്ടികൾ കൊടുക്കുന്നത്. അത് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചു വന്ന കുട്ടിക്ക് എങ്ങനെയാണ് ഈ പുതിയ യൂണിറ്റ് എക്സാം അല്ലെങ്കിൽ പുതിയ ക്വസ്റ്റ്യൻ പാറ്റേണുള്ള എക്സാം എഴുതാൻ സാധിക്കുക? കഴിയില്ല. എക്സാം എഴുതാൻ അവരെ കൊണ്ട് പറ്റില്ല. ഡയറക്റ്റ് ചോദ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 20 മുതൽ 25 മാർക്ക് വരെ ഒരു നോർമൽ കുട്ടിക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ബാക്കി കുട്ടി നന്നായി ടെക്സ്റ്റ് ബുക്ക് അരച്ച് കലക്കി കുറിച്ച് ഒരു 10% കുട്ടിക്ക് ചിലപ്പോൾ ചെയ്യാൻ സാധിക്കും, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നത് അതാണ് ഞങ്ങൾക്ക് വേണ്ടത്, അത്ര കുട്ടികൾ പാസ്സായാൽ മതി എന്നാണ് നിങ്ങൾ ആലോചിക്കുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന വിദ്യാർത്ഥികൾ ചെയ്യുന്ന വലിയൊരു ക്രൂരതയാണെന്ന് എനിക്ക് അവരുടെ പറയാനുള്ളൂ. കാരണം പെട്ടെന്നൊരു സ്വിച്ച് അങ്ങോട്ട് മാറ്റിയിടുക. ഈ വർഷം മുതൽ ക്വസ്റ്റ്യൻ പാറ്റേൺ മാറാണ്, ക്വസ്റ്റ്യൻ ലെവൽ മാറാണ്. പക്ഷെ ആ വിദ്യാഭ്യാസ വകുപ്പ് പഠിപ്പിക്കുന്ന രീതിയിൽ മാറ്റം വരുത്തുന്നുണ്ടോ? മാറ്റം വരുത്തുന്നില്ല. നിങ്ങൾ അങ്ങനെ കുട്ടികളെ വലിയൊരു അവരെ വലിയൊരു മാനസിക അവസ്ഥയിലേക്കാണ് വിദ്യാഭ്യാസ വകുപ്പ് കുട്ടികളെ കൊണ്ടെത്തുക. അവരുടെ കോൺഫിഡൻസ് കുറയാണ്. ഇപ്പം ഞാൻ പറയുന്ന കാര്യം, സ്കൂളുകളിൽ യൂണിറ്റ് ടെസ്റ്റുകൾ നിങ്ങൾ കൃത്യമായ ഒരു ക്വസ്റ്റ്യൻ ബാങ്കോ അല്ലെങ്കിൽ പുതിയ ചോദ്യ പാറ്റേൺ രീതികളോ കൊടുക്കാതെ, അവരെ ഒരു തയ്യാറെടുപ്പും നടത്താതെ നേരെ നിങ്ങൾ ഈ നമ്മൾ കടലിൽ മാത്രം അല്ലെങ്കിൽ വെള്ളത്തിൽ മാത്രം ജീവിക്കുന്ന മീനിനെ കരയിലിട്ടുകൊണ്ട് പറയാം, നീ ഇവിടെ കൂടി നീ കരയിൽ കൂടി ജീവിക്കുമ്പോഴേ നിന്റെ നിലവാരം മെച്ചപ്പെടുകയുള്ളൂ, അപ്പോഴേ നീ അടിപൊളിയാവുകയുള്ളൂ എന്ന് പറയുന്നതിൽ എന്ത് കാര്യമാണ്? ഇത് കുട്ടികളോട് ചെയ്യുന്ന ചതിയാണ്, ക്രൂരതയാണ്. ഏറ്റവും മിനിമം നിങ്ങൾ സ്കൂൾ യൂണിറ്റ് എക്സാമുകളെങ്കിലും ഇത്തരത്തിലുള്ള പുതിയ ചോദ്യങ്ങൾ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തേ മതിയാകൂ. ഇതൊരു ഏറ്റവും ബേസിക് ആണ്. ഇത് കുട്ടികളുടെ മൗലിക അവകാശം എന്ന് പറയുന്ന പോലെ അവർ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു അവകാശത്തെ പറ്റി, അവർക്ക് കിട്ടിയിരിക്കേണ്ട നീതിയെ പറ്റി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ കുട്ടികളുടെ, കാരണം ഈ 10ാം ക്ലാസ്സിനെ സംബന്ധിച്ചുള്ള കുട്ടികൾ A+ നേടുക എന്നുള്ളത് അവർക്ക് വലിയൊരു അച്ചീവ്മെന്റ് ആണ്. അവരുടെ ജീവിതത്തിൽ നേടാൻ വേണ്ടി പോകുന്ന, അവർ 10-12 വർഷക്കാലം പഠിച്ചതിന്റെ ഒരു റിസൾട്ടായി അവർ കാണുന്ന ഒരു സംഭവമാണ് A+. ശരിക്കും +1 അഡ്മിഷൻ കിട്ടാനുള്ള ഒരു ക്രൈറ്റീരിയ മാത്രം, അതിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരതിനെ കാണുന്ന, അവരൊരു അച്ചീവ്മെന്റ് ആയിട്ട് കാണുന്നുണ്ട്. ഓരോ പരീക്ഷ കഴിയുമ്പോൾ ഞങ്ങളെ കൊണ്ട് അതിന് പറ്റില്ല, ഞങ്ങൾക്ക് അതിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്ന അവിടെ ആ ഒരു അത്രയും ഒരു നിരുത്സാഹത്തിലാണ് അവരുടെ കോൺഫിഡൻസിൽ അവർ എത്രയോ താഴെയാണ്. ഇനിയുള്ള ദിവസങ്ങളെങ്കിലും, ഇനിയുള്ള ആഴ്ചകളിലെങ്കിലും, ഇനി നടക്കാൻ പോകുന്ന ക്ലാസ്സുകളിലെങ്കിലും പുതിയ ചോദ്യ പാറ്റേണുകളെ അവരെ പഠിപ്പിക്കുക എന്ന ഏറ്റവും അടിസ്ഥാനപരമായി അവർക്ക് ലഭിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ചെയ്തു കൊടുക്കണം. ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ ഒരിക്കലും കുട്ടികളെ കൈവിടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. കഴിഞ്ഞ ഓണം എക്സാമിന് ശേഷം സംഭവിച്ച എജുപോണിൻ്റെ നമ്മുടെ ബാച്ചിലെ മുഴുവൻ ക്ലാസ്സുകൾ നമ്മൾ പുതിയ ചോദ്യങ്ങളാണ് നമ്മൾ കുട്ടികളെ പ്രാക്ടീസ് ചെയ്ത്, അത് ഞങ്ങൾ തുടരുക തന്നെ ചെയ്യും. ഇവിടെ ഒരു ഒറ്റ അവസ്ഥ എനിക്ക് പറയാനുള്ള ഏറ്റവും അവസാനപ്പെട്ട ഒരു കാര്യം, നമ്മളെ കുട്ടികളെ നിങ്ങളൊരു പരീക്ഷണ വസ്തുവായി മാറ്റരുത്. കുട്ടികളുടെ മാനസിക അവസ്ഥ കൂടി പരിഗണിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ചോദ്യ പേപ്പറോട് വരാനിരിക്കുന്ന പരീക്ഷകളിൽ മോഡൽ എക്സാം വരാൻ വേണ്ടി പോകുന്ന ടൈം ടേബിളോടെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഇനിയുള്ള ദിവസങ്ങളെങ്കിലും നിങ്ങൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ചോദ്യത്തിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ കേരളത്തിലെ എല്ലാ സ്കൂളുകളും നൽകിക്കൊണ്ട് ഇവിടുന്ന് കുറച്ച് ക്വസ്റ്റ്യൻ കുട്ടികളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കണമെന്ന ബേസിക് ആയ കാര്യം കുട്ടികൾക്ക് വേണ്ടി ഈ ഒറ്റ കാര്യമാണ് അപേക്ഷിക്കാനുള്ളത്. നിങ്ങൾ അവർക്കൊന്ന് ചെയ്തു കൊടുക്കുക. കാരണം ഒരു ചോദ്യം വായിച്ചത് എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ കുട്ടികൾ കഴിയുന്നില്ല എന്ന് യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുക.
കാരണം നമ്മൾ അവരെ പ്രാക്ടീസ് ചെയ്യാതെ അവരെ ഒരു എക്സാമിൻ്റെ സമയത്ത് മാത്രം വലിയ ഹൈ ലെവൽ ചോദ്യങ്ങൾ കൊടുത്തുകൊണ്ട് കുട്ടികളുടെ മാനസിക നിലയും കുട്ടികളുടെ കോൺഫിഡൻസിനെയും തകർക്കരുത് എന്ന് ഒറ്റ കാര്യം മാത്രം പറയുകയാണ്. നമ്മുടെ എഡ്യൂപോണിൻ്റെ ബൂസ്റ്റർ ബാച്ചിൽ കഴിഞ്ഞ ഓണപരീക്ഷയ്ക്ക് ശേഷം മുതൽ നിങ്ങൾക്കറിയാം നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്ത കുട്ടികൾക്ക് പുതിയ ക്വസ്റ്റ്യൻ പാറ്റേൺ പുതിയ രീതിയിൽ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. സോ അതിൻ്റെ ലിങ്ക് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. നിർബന്ധമായി നിങ്ങൾ അത് രജിസ്റ്റർ ചെയ്തിടുക. നമ്മുടെ ബൂസ്റ്റർ ബാച്ച് എന്താണ്, നമ്മുടെ പുതിയ ക്വസ്റ്റ്യൻ പാറ്റേണും പുതിയ രീതിയിലുള്ള നമ്മളെ ക്ലാസ്സുകൾ എന്താ നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. നമ്മുടെ ആപ്പിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ എല്ലാവർക്കും ഫ്രീ ആണ്. ക്ലാസ്സുകൾ കണ്ട് നമ്മൾ എന്താ നിങ്ങൾക്ക് നൽകുന്നത് നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. സോ വീണ്ടും ഞാൻ റിപ്പീറ്റ് ദ ലാസ്റ്റ് പോയിന്റ്, നമ്മളെ മക്കളെ പുതിയ ചോദ്യ പാറ്റേൺ വെച്ച് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, വരാനിരിക്കുന്ന പരീക്ഷകളിൽ ആത്മവിശ്വാസത്തോടു കൂടി അവരെ അറ്റൻഡ് ചെയ്യാനും അതിലൂടെ അവർ A+ എന്ന് പറഞ്ഞ അവരുടെ സ്വപ്നത്തിലേക്ക് അവരെത്തിക്കാനും സാധിക്കുകയുള്ളൂ. ഇത് കുട്ടിയെ നമ്മൾ കൊടുത്തിരിക്കേണ്ട അവരുടെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരാവശ്യം തന്നെയാണ്.